അടുത്ത ആയത്ത് നബി റഹ്മഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത് വഖാല തആല വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരാണോ അല്ലാഹുവിന്റെ ശിആറുകളെ ആദരിക്കുന്നത്, ശഈറത്തുൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ് ശആഇർ. ശഈറത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇബാദാത്തു ളാഹിറ, ളാഹിറായി കാണുന്ന ഇബാദത്തുകൾ, പരസ്യമായി കാണുന്ന 5 നേരത്തെ ജമാഅത്ത് നമസ്കാരം, അത് ഇസ്ലാമിന്റെ ഒരു ശിആറാണ്, ഇസ്ലാമിന്റെ ഒരു ചിഹ്നമാണ്. അതുപോലെ ജുമുഅ ഇസ്ലാമിന്റെ ശിആറാണ്. 2 ഈദുകൾ ഇസ്ലാമിന്റെ ശിആറാണ്. ഇസ്ലാമികമായ വസ്ത്രം, താടി, ഇതുപോലെ പുറമേക്ക് കാണുന്ന ഇബാദത്തുകളൊക്കെ ഇസ്ലാമിന്റെ ശിആറുകളാണ്. അതിനെ ആരാണോ ആദരിക്കുന്നത്, വമൻ യുഅദ്ദിം ശആഇറല്ലാഹി, അല്ലാഹുവിന്റെ ശിആറുകളെ ആരാണോ ആദരിക്കുന്നത്, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് തഖ്വയുടെ ഭാഗമാണ്. ഒരു മനുഷ്യന്റെ ഖൽബിൽ തഖ്വയുണ്ട് എന്നതിന്റെ തെളിവാണ്, അടയാളമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മനസ്സിൽ തഖ്വയുണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാളുടെ ഖൽബിൽ തഖ്വയുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സൂചനയാണ് അള്ളാഹുവിന്റെ ശിആറുകളോടുള്ള ആദരവ്. അതിൽ നമുക്ക് കുറവുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് നമ്മെ അതിന് പ്രേരിപ്പിക്കണം. അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ ആദരിക്കാൻ നമ്മൾ പഠിക്കണം. അത് എത്രമാത്രം ആദരവുണ്ടോ അതിനനുസരിച്ചായിരിക്കും അവന്റെ തഖ്വ. ആ ദീനിന്റെ ശിആറുകളായ എന്ത് കാര്യമായാലും, ഇപ്പോ പുരുഷന്മാർക്ക് താടി നിർബന്ധമാണ്, നമുക്കറിയാം. അത് ഇസ്ലാമിന്റെ ഒരു ശഈറത്താണ്, ഒരു അടയാളമാണ്. അപ്പൊ താടി വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇനി ഒരാൾക്ക് താടി ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ താടി വെട്ടുന്ന ഒരാളാണെങ്കിൽ പോലും അതിനെ ബഹുമാനിക്കുക എന്നുള്ളത്, അതിൽ യാതൊരു ഇളവുമില്ല. അപ്പൊ താടി ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിൽ തന്നെ 2 വിഭാഗം ഉണ്ടാവും. താടി വെച്ചവരോടൊരു ബഹുമാനമുള്ള ആൾക്കാരുണ്ടാവും, നേരെ മറിച്ച് പരിഹസിക്കുന്ന ആളുകളുണ്ടാവും. അത് വലിയ അപകടമാണ്. അതുപോലെ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ആദരവ് കാണിക്കുക എന്നുള്ളത്, അത് ഇസ്ലാമിന്റെ ഒരു ശിആറാണ്. ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശിആറുകളിൽപ്പെട്ട ഒരു കാര്യമാണ് ത്വലബുൽ ഇൽമ്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വദിർവതു സനാമിഹി അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ഇസ്ലാമിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. ജിഹാദിന്റെ കൂട്ടത്തിലാണ് ഉലമാക്കൾ ത്വലബുൽ ഇൽമിനെ എണ്ണിയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ആയുധമെടുത്തിട്ടുള്ള ജിഹാദില്ല. ഇപ്പോൾ ഉള്ളത് ഇൽമു കൊണ്ടുള്ള ജിഹാദാണ്, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുക, അതാണ് ഇപ്പോഴത്തെ ജിഹാദ്. അപ്പോ ചില പണ്ഡിതന്മാരൊക്കെ, മുഫസ്സിരീങ്ങളൊക്കെ സക്കാത്തിന്റെ അവകാശികളിൽ വിദ്യാർത്ഥികൾ എണ്ണിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം സക്കാത്തിന് 8 അവകാശികളാണുള്ളത്. അതില് 8 പേരിൽ 8ാമത്തെ ആൾ വഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക്, ആയുധത്തിന് വേണ്ടി ഒക്കെ സക്കാത്തിന്റെ പണം കൊടുക്കാം. അതിൽ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഉൾപ്പെടും എന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അത്രമാത്രം, ഞാൻ ആ അഭിപ്രായം ശരിയാണെന്നോ തെറ്റാണെന്ന് പറയല്ല, അത്രമാത്രം ത്വലബുൽ ഇൽമിന് പ്രാധാന്യമുണ്ട്. ജിഹാദിന്റെ ഭാഗമായിട്ടാണ് ഉലമാക്കൾ അതിനെ കണ്ടിട്ടുള്ളത്. അപ്പൊ ദീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവന് കുറച്ച് ബുദ്ധി കുറഞ്ഞവനാണെങ്കിലും പഠിക്കാൻ ബാക്കിലായിരിക്കും, പക്ഷെ അവൻ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നുണ്ടോ, അവൻ ആദരിക്കുക നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി, അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. ഒരാൾ അള്ളാഹുവിനെ ആദരിക്കുന്നുണ്ടെങ്കിൽ 3 ആളുകൾ അവൻ ആദരിച്ചു കൊള്ളണം. ഇഖ്റാമ സുൽത്താനിൽ മുഖ്സിത്ത്, നീതിമാനായ മുസ്ലിം ഭരണാധികാരിയെ ആദരിക്കണം. അതുപോലെ തന്നെ വൃദ്ധനായ ഒരാൾ എന്ന് പറഞ്ഞു 2ാമത്തേത്. 3ാമത്തേത് വസാഹിബുൽ ഖുർആൻ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഖുർആൻ വഹിക്കുന്ന ആൾ, ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥി. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശിആറായിട്ടുള്ള എന്ത് കാര്യമായിരുന്നാലും അതിനെ ആദരിക്കുക എന്നുള്ള നിർബന്ധമാണ്. പള്ളികളെ നമ്മൾ ആദരിക്കണം. പള്ളിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുന്നത് പുണ്യകർമ്മമാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുണ്യകർമ്മങ്ങളിൽ പെട്ടതാണ് പള്ളിയിൽ നിന്നൊരു ഖദാത്ത് എടുത്തു കളയുക. ഖദാത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കണ്ണിൽ പോകുന്ന കരടിനാണ് ഖദാത്ത് എന്ന് പറയാം. അപ്പൊ അത്രയും ചെറിയ ഒരു മാലിന്യം പള്ളിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തു കളയുക എന്നുള്ളത് പുണ്യകരമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ്? പള്ളി അള്ളാഹുവിന്റെ ശിആറുകളിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് പള്ളി. അതിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ചെയ്യുന്ന പ്രവൃത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പള്ളി തൂത്തുവാരിയിരുന്ന ഒരു സ്ത്രീ, അവർ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചില്ല. കാരണം ഒരു സാധാരണക്കാരിയായ, ആരും പ്രാധാന്യം കൊടുക്കാത്ത അവശയായ ഒരു സ്ത്രീയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഇസ്ലാമിനൊരു ഖിദ്മത്ത് ചെയ്തിട്ടുള്ള സ്ത്രീയാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പോയി അവരുടെ ഖബറിന്റെ അടുത്ത് പോയി മയ്യിത്ത് നമസ്കരിച്ചു. നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് സഹാബത്തിനോട് ചോദിച്ചു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കോഴിയെ, പൂവൻ കോഴിയെ നിങ്ങൾ ശകാരിക്കരുത്, ചീത്ത പറയരുത്, കാരണം അത് നമസ്കാരത്തിന് ഉണർത്തുന്ന ജീവിയാണെന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ രീതിയിൽ ഒരു സേവനം അത് ദീനിന് ചെയ്യുന്നുണ്ട്. ആളുകൾ രാത്രിയിൽ നേരത്തെ ഉണർത്തുന്നുണ്ട് ഈ കോഴി. അപ്പൊ ഇസ്ലാമിന് എന്തെങ്കിലും തരത്തിൽ സഹായമാകുന്ന കാര്യങ്ങൾ, ലാഹിറായിട്ടുള്ള ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ,
അവയെ ആദരിക്കുക എന്നുള്ളത് ഒരാളുടെ മനസ്സിൽ തഖ്വയുണ്ട് എന്നതിന്റെ അടയാളമാണ്. മനസ്സിൽ തഖ്വ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. സിറാത്തിന് മുകളിൽ കടന്നു പോകുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞാണ് ثم ننجي الذين اتقوا. ആ ഭയാനകമായ അവസ്ഥയിൽ നിർണായകമായ പരീക്ഷണമാണ് സിറാത്തിന് മുകളിൽ കടക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷണം. അതിന് മുകളിൽ നിന്ന് കടന്നുപോയാൽ സ്വർഗം, താഴെ വീണാൽ നരകം. അല്ലാഹു നമ്മയൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. അവിടെ രക്ഷപ്പെടാനാണ് ثم ننجي الذين اتقوا. തഖ്വയുള്ളവർ രക്ഷപ്പെടും. തഖ്വയുണ്ടോ എന്ന് അളക്കാനുള്ള മാർഗങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ മനസ്സിൽ തഖ്വയുണ്ടോ എന്ന് അറിയാനുള്ള മാർഗങ്ങളാണ് അള്ളാഹുവിന്റെ ദീനിലെ ശിആറുകൾ ആദരിക്കുക എന്നുള്ളത്. പൊതുവെ വളരെ വിഷമകരമായ ഒരവസ്ഥയാണ്. നമ്മുടെയൊക്കെ സ്വന്തം ജീവിതത്തിൽ ഈ കാര്യത്തിന്റെ കുറവ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്നിപ്പോ ഇവിടെ ക്ലാസ് കുറച്ച് വൈകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ക്ലാസ് എടുക്കാൻ വിചാരിച്ചതല്ല. ആ വൈകുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം 7 മണി വരെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പ്രയാസമാണ്. ഈ ക്ലാസ് പ്രതീക്ഷിച്ച് വന്ന ആളുകൾക്ക് 7 മണി വരെ പള്ളിയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. ക്ലാസ് ഇല്ലാതെ വെറുതെ ഇരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത്. അത് തന്നെ നമ്മുടെ ഈ ശിആറുകളോടുള്ള ആദരവിന്റെ ഒരു അളവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ആരും വിഷമിക്കരുത്, നമുക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഈ പള്ളിയിൽ ഇരുന്നാൽ നമുക്ക് എന്താണ് നഷ്ടം? 7 മണിയാകും എന്ന് പറഞ്ഞിട്ട് 7 മണി വരെ കാത്തിരുന്ന് നമ്മൾ ഖുർആൻ എടുത്ത് ഓതിയാൽ, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലിയിരുന്നാൽ, അല്ലെങ്കിൽ ദുആ ചെയ്താൽ, അല്ലെങ്കിൽ നമസ്കരിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. വല്ലപ്പോഴൊക്കെ മഗ്രിബ് മുതൽ ഇശാ വരെ നമസ്കരിക്കാറുണ്ടായിരുന്നു സുന്നത്ത്. മഗ്രിബ് മുതൽ ഇശാ വരെ സുന്നത്ത് നമസ്കരിക്കുക, മുത്തലഖായി 2 റക്അത്ത് കഴിയുന്നത്ര നമസ്കരിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അപ്പൊ ഇപ്പത്തെ ഈ സീസണിൽ ചെയ്യാൻ എളുപ്പമാണ്. മഗ്രിബ് കഴിഞ്ഞ് ഇശാ പെട്ടെന്നാവും. അപ്പൊ ആ സുന്നത്ത് നമുക്ക് ജീവിപ്പിക്കാൻ പറ്റിയ ഒരു സമയമാണ്. അങ്ങനെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇസ്ലാമിന്റെ പല ശിആറുകൾ നമുക്ക് ഹയാത്താക്കാൻ പറ്റും. പക്ഷെ നമുക്കതിന് താല്പര്യമില്ല. അത് വലിയൊരു നഷ്ടമാണ്. യഥാർത്ഥത്തിൽ ഇൽമ് എന്ന് പറയുന്ന ഈ ശിആർ, ഇതിന് നമ്മൾ കൊടുക്കേണ്ട ആദരവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന ആളുകളുടെ വലുപ്പച്ചെറുപ്പ് നോക്കേണ്ടതില്ല. അവർ ശരിയായ അഖീദയുള്ള ആളുകളാണോ, സലഫ് സ്വാലിഹുകളുടെ ഫഹം അനുസരിച്ച് ദീൻ പഠിപ്പിക്കുന്നവരാണോ, ആ ഇൽമിനെയാണ് നമ്മൾ ആദരിക്കുന്നത്, പറയുന്ന വ്യക്തിയല്ല. പറയുന്ന വ്യക്തികളെയും ആദരിക്കണം. പക്ഷെ അതിനേക്കാൾ പ്രധാനം അടിസ്ഥാനപരമായത് ഇൽമാണ്. സഹാബത്തിന്റെ കാലത്ത് നടന്ന സംഭവങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവരെത്രമാത്രം ഇൽമിനെ ആദരിച്ചിരുന്നു. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅവീൽ. അല്ലാഹു ഇദ്ദേഹത്തിന് ദീനിൽ ഫിഖ് കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണ്. ഹബ്റുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മറ്റു സഹാബിമാരുടെ അടുത്തേക്ക് ദീൻ പഠിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് ഈ സഹാബി, ആലിമായ സഹാബി വീട്ടിൽ ചിലപ്പോൾ ഉറങ്ങുകയായിരിക്കും. രാവിലെ ഖൈലൂല ഉറങ്ങുന്ന സമയമായിരിക്കും, ളുഹറിന് മുമ്പ്. അപ്പൊ അദ്ദേഹം വീടിന്റെ പുറത്ത് കിടക്കും. അങ്ങനെ ഈ വീട്ടുകാരൻ ഉറക്കമുണർന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ആരാണ്? ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കസിനാണ്. അതുപോലെ തന്നെ ഈ ഉമ്മത്തിലെ വലിയ മുഫസ്സിറാണ്, മുഫസ്സിരീങ്ങളുടെ ഇമാമാണ് അദ്ദേഹം. ഇങ്ങനെയുള്ള മഹാൻ ഹാഷിമിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരനാണ്. ഇങ്ങനെയുള്ള സഹാബി അദ്ദേഹം ഇങ്ങനെ മണ്ണും പൊടിയും ഒക്കെ ശരീരത്തിൽ പുരണ്ട് അവിടെ കിടക്കുകയായിരിക്കും. അപ്പൊ ഈ സഹാബിമാർ ചോദിക്കും, യബ്ന അമ്മി റസൂലില്ലാഹ്, റസൂലിന്റെ പുത്ര, താങ്കൾക്ക് ഒരാളെ വിട്ടാൽ ഞങ്ങൾ അങ്ങോട്ട് വരില്ലേ, വിവരം അറിയിച്ചാൽ പഠിപ്പിക്കാൻ അങ്ങോട്ട് വരില്ലേ എന്നവർ ചോദിക്കും. അപ്പോൾ അദ്ദേഹം ആ ഉദർ സ്വീകരിക്കുകയില്ല. അദ്ദേഹം പറയും, എൽമിനെ ബഹുമാനിച്ചുകൊണ്ട് എൽമ് തേടി നമ്മളാണ് പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാശി പിടിക്കുമായിരുന്നു. അപ്പൊ അത്രമാത്രം അവർ എൽമിനെ ബഹുമാനിച്ചിരുന്നു. ഇത് നമുക്കൊരു ചെറിയ സൂചനയായി ഞാൻ സൂചിപ്പിച്ചതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മളിത് ഹയാത്താക്കണം. നമ്മുടെ മനസ്സിലുള്ള ഈ ബഹുമാനം, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോടുള്ള ബഹുമാനം, അത് കാണിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മുസ്ഹഫിനോടുള്ള ബഹുമാനം, ഖുർആാനിനോടുള്ള ബഹുമാനം. ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഓതുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കുന്ന നിയ്യത്തുകളിൽ ഒരു നിയ്യത്താണ്, നമ്മൾ പല നിയ്യത്തിനും ഖുർആൻ ഓതും. ഇപ്പൊ സൂറത്തുൽ ബഖറ ഓതിയാൽ വീട്ടിൽ ശൈത്താന്മാർ വരില്ല, അതുകൊണ്ട് സൂറത്തുൽ ബഖറ ദിവസം ഓതുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഓരോ അക്ഷരത്തിന് പ്രതിഫലമുണ്ട്, അതിനുവേണ്ടി ഓതുന്നവരുണ്ട്. അതുപോലെ ഇൽമിന് വേണ്ടി ഓതുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമയം ഖൈറിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ള നിയ്യത്തിൽ, ഇങ്ങനെ പല നിയ്യത്തിൽ ഖുർആൻ ഓതുന്ന ആൾക്കാരുണ്ട്. ഹിഫ്ലാക്കാൻ വേണ്ടി ഓതുന്നവരുണ്ടാവും. ആ കൂട്ടത്തിൽ വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നിയ്യത്താണ്, ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഉദ്ദേശമാണെന്ത്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അവന്റെ കലാം
നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ കലാമ് ഓതാനുള്ള അവസരം എന്നുള്ളത് അള്ളാഹ് നമുക്ക് തരുന്ന ഒരു അംഗീകാരമാണ്. ഈ ദുനിയാവിൽ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച വാക്കുകളാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഖുർആൻ അതും പിടിച്ച് ഇരിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് അള്ളാഹു ഒരാൾക്ക് നൽകുന്ന ഒരു കറാമത്താണ്, വലിയൊരു ആദരവാണ്. അപ്പൊ ആ ഒരു നിയ്യത്ത് മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെ ഇൽമിനോട്, ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട്, ദീനുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളോടും നമ്മുടെ മനസ്സിൽ ആദരവും ബഹുമാനവും ഉണ്ടായിരിക്കണം. അത് എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഖൈറുണ്ടാകും, അതിനനുസരിച്ച് നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അപ്പൊ ഇതൊക്കെ തഖ്വയുടെ അടയാളമായിട്ട് അല്ലാഹു തആല പറഞ്ഞു.